ഞാനിപ്പോൾ ഈ ചായ കുടിക്കുമ്പം എൻ്റെ മുഖത്തൊരു സന്തോഷമോ ഒരു ഉത്സാഹമോ ഒന്നും നിങ്ങൾ കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇന്ന് പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ലെങ്കിലും അതിരാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. മഞ്ഞു മൂടിയ പ്രഭാതം, മഞ്ഞുതുള്ളികൾ മനസ്സിനെ കുളിരണിയിക്കുന്നു. രാവിലെ ബൈക്കും എടുത്തിട്ട് ഇറങ്ങി. സാധാരണ ഒരു ചായയൊക്കെ കുടിച്ച് 10-50 അല്ലെ 100 കിലോമീറ്ററൊക്കെ റൈഡ് ചെയ്ത് തിരിച്ചു വരികയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് ഞാൻ പോയതൊരു വ്യത്യസ്തമായ സ്ഥലത്തേക്കാണ്. മലയാളികളായ എല്ലാവരും ഒന്നടക്കം ഞെട്ടിച്ച സംഭവമായിരുന്നു 2024 ജൂലൈയിൽ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ. 100 കണക്കിന് സഹോദരി സഹോദരന്മാരും കുഞ്ഞുമക്കളും നമ്മളോട് വിട പറഞ്ഞ ദിവസം. ഒത്തിരി ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരില്ലാതെയാക്കിയ ദിവസം. ഇപ്പോഴും നിരവധി ആളുകളെ അവിടെ നിന്ന് കണ്ടെടുക്കാൻ ആയിട്ടില്ല. ഒത്തിരി ആളുകളുടെ സ്വപ്നവും ആഗ്രഹങ്ങളും ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിരുന്നു. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് വന്ന് സന്ദർശിക്കുക, അതൊക്കെയൊന്ന് കാണുക എന്നുള്ളത്. അങ്ങനെ ഞാൻ എത്തിച്ചേർന്നത് ഇവിടെയാണ്. ഇവിടെ ഞാൻ കണ്ടതിൽ ഞാനിപ്പോൾ ചായ കുടിച്ച് ഈ ഒരു ഷോപ്പ് മാത്രമേ തുറന്നിട്ടുള്ളൂ. അതും താൽക്കാലികമായിട്ടാണ് ഷോപ്പുകളെല്ലാം. കുറച്ച് ജീപ്പുകളും 1-2 ആൾക്കാരെ എനിക്കിവിടെ കാണാൻ സാധിച്ചത് കേട്ടോ. അവിടെ ഒരു ചേട്ടനിരിപ്പുണ്ട്, ഒരമ്മച്ചി, 2 വണ്ടികളിലെ ആൾക്കാർ. വേറെ ആരും ഇവിടെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റെഡ് സോണാണ്. ഇവിടെ കടകളൊന്നും തുറക്കത്തില്ല. ഇവിടെയുള്ള ആളുകളെല്ലാം ഇവിടെ നിന്ന് പോയി, ആരുമില്ല ഇവിടെ. ഉണ്ടാവും. ഒരു കാലത്ത് നല്ല തിരക്കും ഒത്തിരി ആൾപ്പാർപ്പുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ എനിക്കെന്തോ ഒരു മനസ്സിനൊരു എന്താ പറയുക, അത് പറയാൻ പറ്റത്തില്ല. ഒരു KSRTC ഇവിടെ കിടപ്പുണ്ട്. ഞാൻ വന്നപ്പോൾ വേറെ ഒരു KSRTC ഇവിടെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ, അതായത് അട്ടമലയ്ക്ക് പോകാനായിട്ട് ഇവിടുന്ന് അട്ടമല അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന വണ്ടികളായത്. അല്ലാതെ ഇവിടെ ആൾതാമസമോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. കാരണം വെച്ചാൽ ഇതൊരു ഫുള്ള് റെഡ് സോണാണ്. കണ്ടോ, ഷോപ്പൊക്കെ കണ്ടോ? ഇതെല്ലാം ചെളിയിൽ പൂണ്ട് കിടന്നിരുന്ന സ്ഥലങ്ങളാണ് ഇവിടെയെല്ലാം. പണ്ടത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് സത്യത്തിൽ എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എൻ്റെ പുറകിലൊക്കെ കണ്ടോ? ഇതെല്ലാം ഉരുൾ പൊട്ടി വെള്ളം വന്ന് തകർന്നു പോയിട്ടുള്ള കെട്ടിടങ്ങളാണ് കേട്ടോ. ഇതാണ് താൽക്കാലികമായിട്ട് പണിത ആ ഒരു പാലം. കണ്ടോ, ബാങ്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. വലിയൊരു ടൗണായിരുന്നു ഇത്, വലിയൊരു ടൗണായിരുന്നു. നമുക്ക് ആ പാലത്തിലൂടെ കുറച്ച് മുമ്പോട്ട് നടന്നു നോക്കാം. കാണുമ്പോൾ തന്നെ ശരിക്ക് എന്താ പറയുക, എൻ്റെ നെഞ്ചിടിപ്പൊക്കെ കൂടി കേട്ടോ. എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്സ്, അത് പറയാൻ പറ്റില്ലാത്തൊരു ഫീലിങ്സ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് കണ്ടോ, വലിയ ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു അരുവി പോലെ ഒരു ചാലുണ്ട്, അല്ലാതെ വേറൊന്നുമില്ല. എനിക്ക് ഇവിടെ നിന്നും അറിയാൻ സാധിച്ചത് ചെറിയൊരു തോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന്. ഇത് കണ്ടോ, ചെളി വന്ന് അത് മൊത്തം മൂടിക്കളഞ്ഞു. ആ സ്കൂളിൻ്റെ അവസ്ഥ കണ്ടോ? ആ സ്കൂളായിരുന്നു, ഇവിടുത്തെ സ്കൂളായിരുന്നു അത്. അങ്ങ് മുകളിലും ഒരു സ്കൂളുണ്ട്, അവിടെ ഒരു UP സ്കൂളുണ്ട്. നിങ്ങൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും ഈ സ്കൂളിൻ്റെ അന്നത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. കുറച്ചും കൂടെ മുമ്പോട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. എനിക്ക് സത്യത്തിൽ എന്താ വീഡിയോയിലൂടെ പറയേണ്ടതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പറയാനുള്ള വാക്കുകളൊന്നും കിട്ടുന്നില്ല. കാരണം ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഒരു ഇടർച്ചയൊക്കെ തോന്നുമെന്ന് പറയത്തില്ലേ, നമുക്ക് ഒരു എന്താ പറയുക, വിങ്ങലോ വിതുമ്പലോ ആ ഒരവസ്ഥയത്. കാരണം ഒരു നാടിനെ മുഴുവനും ഒരു പ്രളയത്തിലൂടെ ഒത്തിരി ആളുകളുടെ സ്വപ്നങ്ങളും ഒത്തിരി ആളുകൾക്ക് അവരുടെ സ്വന്തക്കാരെയും ഇവിടെ അടുത്ത് എനിക്ക് തോന്നുന്നത് എവിടെയാ അവർ പറഞ്ഞതനുസരിച്ച് ഈ ഭാഗത്തും കണ്ടായിരുന്നു ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിയെ മാത്രം ഒറ്റയ്ക്കാക്കിയിട്ട് ബാക്കി എല്ലാവരും പോയി. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടല്ലോ, അത് പറയാൻ പറ്റത്തില്ല. പുറകിൽ സൗണ്ട് കേൾക്കുന്ന ആ പാലത്തിന് മുകളിലൂടെ വണ്ടി പോകുന്ന കേട്ടോ. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടീനെ മാത്രം ഇട്ടിട്ട് അവരുടെ മാതാപിതാക്കളും എല്ലാവരും പോയി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തുകൊണ്ട് മനുഷ്യർക്ക് ഇതേപോലെ ശിക്ഷ കൊടുക്കുന്നു? ഒരു തെറ്റും ചെയ്യാത്തവർ ലോകത്തിൽ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു, വേദനിക്കുന്നു. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. അങ്ങ് വരെ ഇതങ്ങ് കാണുന്നതാണ്, അവിടെ നിന്നാണ് ഉരുളുപൊട്ടി വന്നത്. ഇതാ സ്കൂള്. വല്ലാത്തൊരവസ്ഥയല്ലേ ഇത് കാണുമ്പോൾ. എനിക്കുള്ള പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു മാനസികമായിട്ടുള്ള ഈ ഒരു അവസ്ഥയായിരിക്കും ചിലപ്പോൾ. സാധാരണ വ്ളോഗ് ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല. എന്ത് പറയണമെന്ന് അറിയത്തില്ല, പറയുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇത്. എനിക്ക് എത്ര മനോഹരമായ സ്ഥലമാണെന്നറിയോ. പിന്നെ ഇത് അട്ടമലയ്ക്കുള്ള വഴിയാട്ടോ. അട്ടമലയ്ക്ക് പുതിയ റോഡ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് കണ്ടാന്ന് തോന്നുന്നു അട്ടമലയ്ക്ക്. ഇതിന് മുകളിൽ ഒത്തിരി റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വ്യൂ പോയിൻറ്റ്സും. ഇതൊരു എന്താ പറയുക, ടൂറിസ്റ്റ് പ്ലേസാണ്. അടിപൊളി ഒരു സ്ഥലമായിരുന്നത്. ഒരുപക്ഷെ ഇനി ഭാവിയിൽ ഇനിയും എന്താ പറയുക, ഇത് ഈ സ്ഥലങ്ങളൊക്കെ ഉയർന്ന് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഫാക്ടറി ആയിരുന്നു. ആ ഫാക്ടറിയെല്ലാം ഇപ്പോൾ അടച്ചു പൂട്ടി. ഇവിടെ കുറേ ഹിന്ദിക്കാരൊക്കെ മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവരാണ് ഇവിടെ താമസിക്കുന്നത്. അത് വർക്കേഴ്സും പിന്നെ അട്ടമലയിൽ അവിടെ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും അവരൊക്കെയാണ് അവിടെ ഉള്ളത്. വേറെ ആരും ഇവിടെ ഇല്ല. കാരണം ഇവിടെയുള്ള ആൾക്കാരെല്ലാം പോയി എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും നമുക്ക് മനസ്സിലാക്കാം. ഒത്തിരി ആളുകൾ, ചിലർ രക്ഷപ്പെടുമെന്ന് കരുതി ആ കാണുന്ന അവിടെ ചെറിയൊരു റോഡ് പോലെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ അങ്ങ് ഒരു പാലം ഉണ്ടായിരുന്നു, ചെറിയൊരു പാലമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങോട്ടേക്ക് ആൾക്കാർ വെള്ളം കൂടിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് കുറേ ആൾക്കാർ കൂടി നിന്നിരുന്നു. പിന്നെ ചെറിയ ചെറിയ പാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഭാഗങ്ങളിലായിട്ട്. അപ്പം അങ്ങോട്ട് രക്ഷപ്പെട്ട് മാറിയ ആൾക്കാരൊക്കെ അവിടുന്ന് ആ വെള്ളത്തിലൂടെ ഒലിച്ചു പോയി. 30-35 ആൾക്കാരോളം ഉണ്ടെന്നാണ് ഇവിടെയുള്ള ഒരു ചേട്ടനിൽ നിന്ന് എനിക്കറിയാൻ സാധിച്ചത്. അപ്പം ഇതിലൂടെ വെള്ളം വന്നപ്പം ബന്ധുക്കാരുടെ അടുത്തും പരിചയക്കാരുടെ വീട്ടിലേക്കൊക്കെ മാറിയ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങോട്ടേക്കൊക്കെ. അവിടെ ചെറിയൊരു പാടിയും, ചെറുതല്ല, കുറേ പാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്കൊക്കെ മാറി നിന്ന ആൾക്കാരും ഇതിലൂടെ ഒലിച്ചു പോയി. അവരും ആ ഉയരത്തിൽ നഷ്ടപ്പെട്ടു. എന്താ അല്ലേ, ഒന്നും പറയാനില്ല. ഞാൻ വെറുതെ ഇവിടെ നിന്ന് വന്ന് കാണണം, കുറേ കാലമായി ഇവിടെ നിന്ന് വന്ന് കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ കാണുന്നത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എന്താ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാതെ വേദനിക്കും. കാരണം എൻ്റെ നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ട്. ആ ഒരു വെടിപ്പിൽ, അതായത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാനിങ്ങ് വന്ന വഴിക്ക് പുതിയ ബിൽഡിങ് പണിയുന്നത് ഞാൻ കണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഞാനത് പോയി കാണിച്ചു തരാം. അവിടെ എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. JCB ഒക്കെ വന്നിട്ട് എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് അവിടെ, കാണാൻ സാധിക്കും. ഈ ഒരു പ്രദേശം ഫുള്ളി ഇല്ലാതായിരിക്കും കേട്ടോ. ഇതുണ്ടോ എത്ര വലിപ്പമുള്ള പാറകളാണെന്നറിയോ. വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ആ ഒരു വലിപ്പം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതുണ്ടോ എത്ര വലിപ്പമുള്ള പാറകളാണ് ഇവിടെയെല്ലാം വന്ന് കാണിക്കുന്നത്. എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ ന്യൂസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ അന്ന് റെസ്ക്യൂവിന് വന്ന ആൾക്കാരുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ. ഒരു ദുരന്തത്തിലൂടെ ഈ നാട് മുഴുവൻ ഇല്ലാതാക്കിയതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടൗണിൽ ഒരു മനുഷ്യനില്ല. ഇവിടേക്ക് എത്രയോ വീടുകളുണ്ടായിരുന്നു എന്നറിയോ. എത്രയോ വലിയ വലിയ നോക്കിക്കുക കൊട്ടാരം പോലെയുള്ള വീടുകൾ. ഇന്നൊന്നും ആ വീട്ടിൽ ലക്ഷക്കണക്കിന് വില വരുന്ന വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും ഇന്നില്ല, മനുഷ്യരും ഇല്ല. അപ്പം അഹങ്കരിച്ച് നടക്കുന്ന വ്യക്തികളൊക്കെ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക കേട്ടോ. എന്തിനാണ് ഈ അഹങ്കാരവും ഞാനെന്ന ഭാവമൊക്കെ? ഇതേപോലെയുള്ള ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് മതി ഒന്നും ഇല്ലാതാക്കാനായിട്ട്. ഭയങ്കര ഒരു എന്താ പറയുക, ഏതൊരു സ്വല്പമെങ്കിലും മനസാക്ഷിയുള്ളൊരു വ്യക്തിക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ
മനസ്സിന് ചെറിയൊരു അടർച്ച വരും, വാക്കുകൾ തൊണ്ടയിൽ വന്ന് കുടുങ്ങിപ്പോവും. അതാണ് ഇവിടുത്തെ അവസ്ഥ. എനിക്ക് തോന്നുന്നു പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ഇതൊക്കെയാണെന്ന് തോന്നുന്നു. മനുഷ്യൻ്റെ അഹങ്കാരമൊക്കെ ശമിപ്പിക്കാനും മറ്റുമാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. നമുക്ക് ഇനി തിരിച്ചു ഇവിടെ ഒരു ടൗൺഷിപ്പ് വരുന്നതായിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. 10-25 കിലോമീറ്റർ എന്തായിരിക്കും ഇവിടെ. ഞാനിവിടെ അതിരാവിലെ എത്തിയതാണ്. ഇപ്പോൾ ചെറിയ രീതിയിൽ വെയിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ തണുപ്പങ്ങ് മാറിയതേ ഉള്ളൂ. ഇതേ 2 നായ്ക്കൾ മാത്രമേ ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ കാണാനുള്ളൂ. വേറെ ഒരു മനുഷ്യനെ ഈ ടൗണിൽ കാണാനില്ല. ടൗണെന്ന് പറയാനില്ല, കാരണം ഫുള്ള് റെഡ് സോണാണ്. ആരുമില്ല ഇവിടെ. ഒരു സമയത്ത് ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന കടകളിൽ ഒന്ന് കൊച്ചു വർത്താനം പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിച്ച് സമയം കളഞ്ഞിരുന്ന ഒരു ടൗണായത്. അവിടെ ആരുമില്ലാതായിരിക്കുന്നു. ഈ കാണുന്നത് ഒരു വീടാണ് കേട്ടോ. കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ല, വള്ളി പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. നിരോധിത മേഖല ഇവിടെ. അത് മൊത്തം തകർന്നു പോയത്. ഇതാണ് അവസ്ഥ. ഇതാണ് ഈ ടൗണിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇത്. കുറച്ച് ഓട്ടോറിക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ സ്കൂളായിരുന്നു എന്ന് തോന്നുന്നു, കാണാൻ സാധിക്കും. അവിടെയെല്ലാം റെഡ് സോൺ. അങ്ങോട്ടും നമ്മൾ കയറ്റി കൊടുത്തില്ല. അവിടെ ഒരു പള്ളിയുണ്ട്. അവിടെ എല്ലാം ഇങ്ങനെ ലൈൻ കെട്ടിയിട്ട് വള്ളി കെട്ടിയിട്ട് അവിടെ നിന്നുള്ള എൻട്രി എല്ലാം ബ്ലോക്ക് ചെയ്തേക്കുവാണ്. അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ റിസോർട്ടിലേക്കും പണിക്കാരെ കൊണ്ടുപോകാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. കുറേ നേരമായിട്ട് ഞാൻ വന്നപ്പോൾ തന്നെ ചേട്ടൻ അവിടെ കിടക്കുന്ന പുള്ളി ഒരു ഓട്ടം പോലും പോയിട്ടില്ല. ഇതാണ് 2, 3, 4 ആൾക്കാരൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം അടച്ചു പൂട്ടി കിടക്കണം ഇവിടെ. എന്താ അവസ്ഥയല്ലേ. ചങ്ങായിനി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണ് പോയത്. നമുക്ക് ഇവിടം വരെ വരാനുള്ള പെർമിഷൻ ഉള്ളൂ, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവിടെ ബാരിക്കോഡൊക്കെ വെച്ചിട്ടുണ്ട്. വേണ്ട, ഈ ബൈക്കുകാരൊക്കെ കാണാൻ വന്നതാണ്, പക്ഷേ അവർ ബൈക്ക് അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഇവിടെ വെച്ചിട്ട് പോകാനാണ് പറയുന്നത്. പോകുന്ന വഴികളൊക്കെ എത്ര മനോഹരമാണെന്നറിയാമോ. ഇത് കണ്ടോ, ചുറ്റും തേയിലത്തോട്ടങ്ങൾ. അവിടെ ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുണ്ടോ, തേയില നുള്ളുന്ന കുറേ ജോലിക്കാരുണ്ടോ മുകളിൽ. സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനവിടെ ചിലപ്പോൾ മണിക്കൂറുകൾ വരെ ഞാനവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എൻ്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നതാണ്. പക്ഷേ എന്താണെന്നറിയത്തില്ല, എനിക്കിവിടെ നിൽക്കാനോ അല്ലെങ്കിൽ ഈ കാഴ്ച കണ്ടിട്ട് ആസ്വദിക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏകലും നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം. ഇത് കണ്ടോ, തേയില നുള്ളി കൊണ്ടുവച്ചേക്കുന്നത് കേട്ടോ. ഒരു ചേച്ചി അതെല്ലാം അടുക്കി ഈ ട്രാക്ടറിന് കൊണ്ട് ഇറക്കിയേക്കുന്നു. ഇതവിടെ ബഗീറയുടെയൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടികളൊക്കെ കിടപ്പുണ്ട്, പക്ഷേ ഓപ്പണാണോന്നും അറിയത്തില്ല. ചേട്ടാ ഇതിപ്പോൾ ഓപ്പണാണോ? ഈ ബഗീറയുടെയൊക്കെ ഓപ്പണാണോ? ഇപ്പോൾ ഓപ്പണല്ലേ? ഓക്കെ, എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ടല്ലേ? ഓക്കെ, ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ. ടൂറിസം പതുക്കെ ഡെവലപ്പായി വരുന്നുണ്ട് ഇവിടെ. ആ കാണുന്നതാണ് അതിൻ്റെ ഓഫീസ് കേട്ടോ. ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. ഹയസ്റ്റ് സിപ്പ് ലൈൻ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് കാണാനോ നിൽക്കാനൊന്നുള്ള സമയമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒന്ന് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയല്ല. എന്തോ വല്ലാതൊരു മൂഡ് ഓഫ് ആയ പോലെ. നമ്മൾ കുറച്ചിങ്ങ് വന്നു കഴിയുമ്പം അവിടെ ആൾതാമസം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഇപ്പുറത്തൊട്ട് ആൾതാമസമൊക്കെ ഉണ്ട്. ഉണ്ടോ, എന്ത് രസമായി. കൊച്ചു വീടുകളും കുറേ കുഞ്ഞു വീടുകളുണ്ട് കേട്ടോ. മലയുടെ ചുവട്ടിലാണ് വീടൊക്കെ. ഒരുപക്ഷെ അവരെല്ലാം പേടിച്ചിട്ടായിരിക്കും. ഇനിയിപ്പം ഓരോ മഴക്കാലം വരുമ്പോഴും അവരെല്ലാം പേടിച്ചായിരിക്കും കഴിയുക അല്ലേ. അവരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ഉള്ളിലൊരു പേടി ഉണ്ടാവും എല്ലാവർക്കും. അതുകൊണ്ട് എത്ര മനോഹരമായ ഗ്രാമമെന്ന് നോക്കിയേ. ഒരു കൊച്ചു ഗ്രൗണ്ടും കുഞ്ഞു വീടുകളും എത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന സ്ഥലങ്ങളല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം സഞ്ചരിച്ച് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എൻ്റെ പുറകിൽ മേപ്പാടി റോഡാണ്. അങ്ങോട്ടാണ് മേപ്പാടിക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പം ഉരുളുപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കും ആരുമില്ലാതായി തീർന്നവർക്കും വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ടൗൺഷിപ്പാണിത് എൻ്റെ പുറകിൽ കാണുന്നത്. നമുക്ക് പതുക്കെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കുറേ വീടുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏകേലും അങ്ങോട്ട് പോയി നോക്കാം എന്താ അവസ്ഥ എന്ന്.
ഈ വീടുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറേ ആളുകളിൽ അവിടെ വന്ന് കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. കാണാനൊക്കെ നല്ല മനോഹരമായ വീടാണ് കേട്ടോ. ഇങ്ങനെ വഴിയിലൂടെ കയറി പോകുമ്പോൾ സെൻട്രലായിട്ടൊരു ചെറിയ പാർക്ക് പോലെ ഉണ്ട്. ഇരിക്കാൻ ഇരിപ്പിടമൊക്കെ ഉണ്ടോ, ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കി ചെറിയൊരു കൊച്ചു പാർക്കൊക്കെ ഉണ്ട്. എന്തായാലും മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷമാകാൻ പോവുകയാണ് ആ ഒരു സംഭവം നടന്നിട്ട്. ജൂലൈ 30-നാണെന്ന് തോന്നുന്നു. 2 വർഷമാകാൻ പോവുകയാണ്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങോട്ടും ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് ഞാൻ ഒരാളെ കണ്ട്, എവിടെയോ പരിചയം തോന്നി, ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഇദ്ദേഹത്തെ കണ്ട് പരിചയമുണ്ടോ? നമ്മുടെ കോമഡി താരം ഏഷ്യാനിലൊക്കെ കോമഡി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹവും ഇവിടെ കാണാൻ വന്നിരിക്കും. ഒത്തിരി ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ ടൗൺഷിപ്പ് കാണാനായിട്ട് വന്നത് കേട്ടോ. പെട്ടെന്ന് എവിടെയൊരു കണ്ടുപരിചയം തോന്നിയിട്ട് ഞാൻ നോക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ കാണുന്നതൊക്കെ ടൗൺഷിപ്പാണ് കേട്ടോ. ഇങ്ങ് ദൂരെ വരെയുണ്ട്, കണ്ടോ? അവിടെയൊക്കെ പണി പൂർത്തിയാവുന്നതേ ഉള്ളൂ. കുറേ അങ്ങ് നടക്കണം. ഏതായാലും നിങ്ങൾക്കും സമയം കിട്ടുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വന്ന് കാണുക കേട്ടോ. ഞാൻ എന്താ പറയുക, കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വീടുകൾ കണ്ടിട്ട് മനോഹരമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. നമുക്ക് താഴെ പോയിട്ട് തിരക്ക് കുറഞ്ഞെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്ന് പോയി കാണാം നമുക്ക്. ഇതാണ് പണി തീടുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള വീട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ജസ്റ്റ് കയറി നോക്കാം. കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ വലിയൊരു ഹാളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് മാർബിൾസ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, നമുക്ക് ഡൈനിങ്ങിനൊക്കെ ഉപയോഗിക്കാം. ചെറിയൊരു വാഷ് ചെയ്യാൻ, ഹാൻഡ് വാഷൊക്കെ ചെയ്യാനായിട്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ടോയ്ലറ്റ്. അത്യാവശ്യം വിശാലമായ ടോയ്ലറ്റ് കേട്ടോ. അതിൻ്റെ ഇപ്പുറേ ഒരു ബെഡ്റൂമുണ്ട്, ടൈലൊക്കെ ഇട്ടാണ്. അപ്പോൾ അവിടെ ഒരു ബെഡ്റൂം, ഒരു ടോയ്ലറ്റ്, ബാത്റൂം, വാഷിങ്ങിന് ഉള്ള ഏരിയ. ഇവിടെ ഒരു ബെഡ്റൂം, റൈറ്റ് സൈഡിലായിട്ടൊരു കിച്ചൺ. കിച്ചണൊക്കെ കൊള്ളാം. ടൈലൊക്കെ ഇട്ട് കബോർഡൊക്കെ വെച്ചതാണ്. ജനലുണ്ട്. പിന്നെ എയർ വെൻറ്റിലേഷന് വേണ്ടിയിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറമായിട്ടൊരു വർക്ക് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കൊള്ളാലോ, വർക്ക് സ്പേസ് ഉണ്ട്. പൂട്ടിയപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. ആണ് ഇവിടുത്തെ കാഴ്ചകൾ. നല്ല വലിയൊരു ഹാളാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളാണ്. ഇവിടെയും ചെറിയൊരു സ്പേസ്, രസമുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം. ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. എന്താണ് കൊള്ളാം, നല്ല സൗകര്യമൊക്കെ ഉള്ളത് കേട്ടോ. ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ, നല്ല സാധനം. സെറയുടെ മെറ്റീരിയലാണ് വെച്ചിരിക്കുന്നത്. കൊള്ളാം. ഇവിടെ ഹീറ്റർ വെക്കാനുള്ള സെപ്പറേറ്റ് ടാപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു അലമാരി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1 2 എന്താണ് ഇതിൻ്റെ ജനൽ ഇങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ തുറക്കുന്നത്. ഇവിടെ ഒരു ജനലുണ്ട്, ഇവിടെ 2 പാളി ജനലും ഉണ്ട്. സ്വിച്ച് ബോർഡൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. 1 2 ഫാനുണ്ട്.
ഉള്ള രസമുണ്ട്. വീട് വന്നിരിക്കുന്ന കാണാൻ രസമുണ്ട്. ഇഷ്ടംപോലെ ആളുകളിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ചെറിയൊരു ടേബിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡൈനിങ്ങിനുള്ള സെറ്റാക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ നല്ല കാഴ്ചകളും ഒരു 3 പാളി വിൻഡോ കൊടുത്തിരിക്കുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ട്. അഞ്ചി ആഹാ അതെ 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 ആ ഓക്കെ ഭാവിയിലേക്കല്ലേ. ഇവിടുന്ന് ഈ സ്പേസ് ഇട്ടേക്കുന്നത് ഭാവിയിൽ മുകളിലേക്ക് സ്റ്റെയർ അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ കണ്ടില്ലേ ഓളാണ് എടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ വർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനാണ് ഈ സ്പേസ് ഇവിടെ ഇട്ടേക്കുന്നത്. അതും കൊള്ളാം. താൽക്കാലികമായിട്ട് നമുക്കൊരു ഡൈനിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാനോ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ മുകളിലേക്ക് എടുക്കണം തോന്നി കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ നിന്നൊരു സ്റ്റെയർ മുകളിലേക്ക് കൊടുക്കാം. അത് നല്ല ഐഡിയ കേട്ടോ. 1200 സ്ക്വയർ ഫീറ്റ് ഒരു നിലയ്ക്ക്. ഓക്കെ, ഇതിൻ്റെ പുറത്തേക്ക് 7 സെൻറ്റ് സ്ഥലമുണ്ട് ഒരാൾക്ക്. ഓക്കെ, മിറ്റവും എല്ലാം കൂടെ ചുറ്റളവെല്ലാം കൂടെ കൂട്ടിയിട്ടല്ലേ. എല്ലാ വീട്ടിലും സോളാർ വെച്ചിട്ടുണ്ട്. അതാ ഞാൻ കണ്ടത്. 1000-ൻ്റെ വാട്ടർ ടാങ്ക്. ഓക്കെ, എല്ലാ വീട്ടിലും സോളാറുണ്ട്. ഞാനത് ശ്രദ്ധിച്ചായിരുന്നത്. അതൊരു നല്ല കാര്യം. അത് അതെങ്ങോട്ട് ടാങ്ക് കൊണ്ട് പോകുന്നത്? റോഡിൻ്റെ അപ്പുറ സൈഡിൽ പോകും അല്ലേ? ഓക്കെ. ഗൾഫിലെ സിസ്റ്റം ടെക്നോളജി പരമായിട്ട് ഉണ്ടാക്കിയിരുന്നു. ടെക്നോളജിയാണ് അല്ലേ? അതൊക്കെ എന്തായാലും നല്ല കാര്യം. ഇഷ്ടംപോലെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്വിച്ചിന് വേണ്ടിയിട്ട്. 1, 2 ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അവിടെ ഉണ്ട്. 2 സീലിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. വലിയ വിശാലമായിട്ടുള്ളൊരു ഹാളാണ് കേട്ടോ. ടൈലിൻ്റെ വർക്കൊക്കെ എന്തോ കജാരി ടൈലല്ലേ? പോളിഷിങ് കഴിഞ്ഞിട്ടില്ല അല്ലേ? അതാ ഇങ്ങനെ ഞാൻ ഓർക്കും ചെയ്തത് എങ്ങനെയാന്ന്. ഓക്കെ ഓക്കെ പോളിഷ് കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാലും നല്ലൊരു വീട്, 2 ബെഡ്റൂമും എല്ലാ സൗകര്യമുള്ള വീട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. ഇനി നമുക്ക് പുറത്തേക്ക് നടക്കാം. ബാക്കിയുള്ള വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നു. ചെറിയൊരു മിറ്റും, ചെറുതല്ല കേട്ടോ, അത്യാവശ്യം വലിയ മിറ്റും കേട്ടോ. അവിടെയൊക്കെ ഒരു പുല്ലൊക്കെ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. 7 സെൻറ്റ് സ്ഥലമുണ്ട് ഒരാൾക്ക്. സൈഡിലേക്ക് സ്റ്റെയറിന് നമുക്ക് അതിന് മുകളിലേക്കൊന്ന് പിന്നെ പോയി നോക്കാം. ഈ ഫ്രണ്ടിൽ ഈ സ്ഥലങ്ങൾ വിട്ടേക്കുന്നത് ഇവിടെ ഭാവിയിൽ വീട്ടുകാർക്ക് വല്ല കൃഷിയോ കാര്യങ്ങളോ എല്ലാം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇത് ഇവിടെ തൊട്ട് അങ്ങ് വരെ കിടപ്പുണ്ട്. ഇതെല്ലാം ഇൻ്റർലോക്ക് കിട്ടും. അത് കൃഷിയോ കാര്യങ്ങളോ പുല്ല് വെച്ച് പിടിപ്പിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ സ്പേസ് അങ്ങനെ വിട്ടേക്കുന്നതാണ് പറയുന്നത്. എല്ലാ വീട്ടിലേക്കും കയറാനുള്ള ഇതുണ്ട്. ഇനി ഹൈറ്റിലിട്ട് പൊക്കും. ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് വരും. ഇതാണ് മൊത്തത്തിലുള്ളൊരു വീടിൻ്റെ ലുക്ക്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. സൈഡിൽ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വേണമെങ്കിൽ കയറാം. അകത്ത് വേണമെങ്കിലും അകത്ത് നമുക്ക് സ്റ്റെയർ അടിക്കാം. പുറത്തൂടെ കയറാം. പുറത്തൂടെ നമുക്ക് കയറി നോക്കാം മുകളിൽ എന്താ സംഭവം. ഭാവിയിൽ നമുക്കിതിൻ്റെ മുകളിലൊക്കെ റൂമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് നമുക്ക് എൻട്രൻസ് ആക്കാം. അങ്ങനെയുള്ളൊരു സിസ്റ്റം അടിപൊളി കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓട് പാകിയിട്ടുണ്ട്. ഓസ്യൻ 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണ്. ഇതാണ് നമ്മുടെ സോളാർ വെച്ചിരിക്കുന്നത്. ഇതൊരു നല്ലൊരു കാര്യം കേട്ടോ. എപ്പോഴും ലൈറ്റ് ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും. ഇതാണ് ഈ വീടിൻ്റെ ഒരു മുകളിൽ നിന്ന് കാണുന്നുണ്ട് ഒരു കാഴ്ച. ഇപ്പോൾ പുറകിലെല്ലാം മലകളാണ് കേട്ടോ കാണുന്നത്. കണ്ടോ മലയെ കാണുന്നത്. നല്ലൊരു കാഴ്ച കേട്ടോ. ടെറസിൻ്റെ മുകളിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഇപ്പോൾ ചെറിയ ചൂടുണ്ട്. ഇപ്പോൾ സമയം 11 മണിയായി. 11 മണിക്ക് ചെറിയൊരു ചൂടുണ്ട്. എന്നാലും നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഇവിടെയെല്ലാം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ. ഏതായാലും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായി ആളുകൾക്ക് താമസ യോഗ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തൊക്കെ കിട്ടിയാലും എന്തല്ലേ, നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങൾ തന്നെയാണ്. നഷ്ടപ്പെട്ടവർക്ക് അതൊന്നും തിരിച്ചു കൊടുക്കാൻ നമുക്കോ സർക്കാരിനോ കഴിയും. അതെന്നും ആ ഒരു നഷ്ടങ്ങൾ, ആ ഒരു വേദനയായി തീരാ ദുഃഖമായിട്ട് അത് അങ്ങനെ തന്നെ അവശേഷിക്കും അല്ലേ. ഇത് ഓർക്കുമ്പോഴും പറയുമ്പോഴും വിഷമമുണ്ട്, സങ്കടമുണ്ട്. കാരണം നഷ്ടങ്ങൾ അതൊരു വലിയ വേദന തന്നെയാണ്.
ഒരിക്കലും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കുറച്ച് സന്തോഷമുണ്ട് അവിടെ പോയി വന്നതിൻ്റെ ആ ഒരു ചെറിയ ഇതൊക്കെ. എന്നാലും അതിങ്ങനെ ഉള്ളിലിങ്ങനെ നിൽക്കും നമ്മുടെ. എനിക്കിങ്ങനെയാണ് ചില കാര്യങ്ങളിങ്ങനെ ഉള്ളിലിങ്ങനെ തങ്ങിയൊക്കെ വർഷങ്ങളോളം നിൽക്കും. ചില കാര്യങ്ങൾ ഞാൻ മറന്നു പോകും. ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കില്ല, അതെല്ലാം മറന്നു. അല്ലാത്ത കാര്യങ്ങളെല്ലാം മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കും. അത് എൻ്റെ ഒരു നേച്ചറാണ്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്തായാലും എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഏതൊക്കെയാലും ഇത്രയും കാഴ്ചകളൊക്കെ ഞാൻ കണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങളൊക്കെ എന്തൊക്കെയാലും കാണുന്നുണ്ടെങ്കിലൂടെ കാണാം. സാമ്പിള് വീടുകളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ആർക്ക് വേണേലും വന്ന് കാണാം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്നേഹത്തോടെയും ഒരു ലൈഫേ ഉള്ളൂ, അത് ആസ്വദിക്കുക. എല്ലാവരോടും സന്തോഷത്തോടും സ്നേഹത്തോടും പെരുമാറുക, സംസാരിക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് ആർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരെയും ദ്രോഹിക്കാതിരിക്കുക, ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാനും മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയെല്ലാം. എന്തിനാണ് അല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? സന്തോഷം സമാധാനം നിറഞ്ഞ ഒരു ലൈഫ് എല്ലാവർക്കും. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക, കൂടുതലൊന്നും പറയാനില്ല. അപ്പം